ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഴത്തോട്ടത്തിൽ മുഴുവൻ പുല്ല് കയറിയിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ന് നമുക്കൊന്ന് ചെത്തി വൃത്തിയാക്കാം. അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വാഴത്തോട്ടത്തിൽ നമ്മൾ വാഴയുടെ മൂട് പൊക്കൊന്ന് പുല്ല് ചെത്താൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്ന് ചെത്തിത്തോളാം. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പുല്ല് ചെത്തുന്നത്, അടിച്ചുകൂടെ എന്ന്. പക്ഷേ മണ്ണ് ഇളകാതെ പുല്ല് ചെത്തിയിടുന്നത് മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. ഇത് പിന്നീട് ഉണങ്ങി നല്ലൊരു ജൈവവളമായി മാറും. വാഴയുടെ ചുവട്ടിൽ നിന്ന് അല്പം മാറി വേണം പുല്ല് ചെത്താൻ. വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കരുത്. ഇപ്പൊ ഏത്തവാഴയും പൂവൻവാഴയും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് കീടങ്ങളുടെ ശല്യമുണ്ടായിരുന്നു. കൃഷി എന്ന് പറയുന്നത് വെറുതെ നനയ്ക്കൽ മാത്രമല്ല, ഓരോ ചെടിയെയും അറിഞ്ഞു പരിചരിക്കൽ കൂടിയാണ്. ഈ പുല്ല് മാറ്റിയാലേ ഇനി ഇതിന് വളമിട്ട് കൊടുക്കാൻ പറ്റൂ. ഏകദേശം പണി തീരാറായിട്ടുണ്ട്. തോട്ടം ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. കഠിനമായ വെയിലാണെങ്കിലും ഈ പച്ചപ്പിനിടയിൽ നിൽക്കുന്നത് ഒരു പ്രത്യേക സുഖമാണ്. ഒരു കർഷകന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം തന്റെ തോട്ടം ഇങ്ങനെ വൃത്തിയായി കാണുന്നതാണ്. നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നാളെ നല്ല കുലകളായി വരുമെന്ന പ്രതീക്ഷയാണ് ഊർജം. മണ്ണിൽ പണിയെടുത്താൽ മണ്ണ് നമ്മളെ ഒരിക്കലും കൈവിടില്ല. ഈ വിയർപ്പിന് നാളെ കായ്ഫലത്തിന്റെ മധുരമുണ്ടാകും. വിളവെടുക്കാൻ മാത്രമല്ല, അത് പരിപാലിക്കാനും ഒരു മനസ്സുണ്ടാകണം. കൃഷി വെറുമൊരു ജോലിയല്ല, അതൊരു സ്നേഹമാണ്. വാഴ വെച്ചാൽ മാത്രം പോരല്ലോ, ഇടയ്ക്കൊന്ന് പുല്ല് ചെത്തി അടിവാരമൊക്കെ വൃത്തിയാക്കിയാലേ അത് കരുത്തോടെ വളരൂ. രാവിലത്തെ ഈ വെയിലത്ത് പുല്ല് ചെത്തി മാറ്റി തടം തുറക്കുന്നത് ഒരു പ്രത്യേക സുഖമാണ്. ശരീരത്തിന് വ്യായാമവും മനസ്സിന് സന്തോഷവും. ജിമ്മിൽ പോയി വിയർക്കുന്നതിനേക്കാൾ നല്ലത് ഇതാണ്. മസിലും വരും, പനിയും നടക്കും, നല്ല ഉഷാർ വാഴക്കുരയും കിട്ടും. പുല്ല് ചെത്തുന്നത് കാണാൻ നല്ല രസമാണ്. പക്ഷേ ആ ചെത്തുന്നവന്റെ കയ്യിന്റെ വേദന അവന് മാത്രമേ അറിയൂ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയുള്ള കൃഷികളുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് പുല്ല് നീക്കം ചെയ്യാറുള്ളത്? കമന്റിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.